പാർട്ടി വിളിക്കുക വെച്ചാൽ അദ്ദേഹം എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടല്ല. പാർട്ടി ഇതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ വെച്ചു. 3 തവണ മത്സരിച്ചവർക്ക് ഇനി സീറ്റ് കൊടുക്കണ്ട എന്ന് വന്നപ്പോൾ അവിടെ ജയലാൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വന്നു. ജയലാലിന് എതിരെ മത്സരിച്ചത് ബിന്ദു കൃഷ്ണയാണ്. ആ ബിന്ദു കൃഷ്ണയെ തോൽപ്പിച്ച് ജയലാൽ ആ സീറ്റ് പിടിച്ചെടുത്തു. അടുത്ത 2 തെരഞ്ഞെടുപ്പുകളിലും ജയലാൽ ജയം ആവർത്തിച്ചു. അപ്പോൾ ഇതിൽ സാമുദായികമായി ചെറിയൊരു പ്രശ്നമുണ്ട്. ഈഴവ സമുദായക്കാർക്ക് വലിയ പ്രാമുഖ്യമുള്ളൊരു പ്രദേശമാണ് ചാത്തന്നൂർ. ചാത്തന്നൂരിൽ നിന്ന് ഏത് കാലത്തും ഈഴവർ മാത്രമേ ജയിച്ചുള്ളൂ. ജയലാൽ ആദ്യമായിട്ട് ഒരു നായർ സമുദായാംഗം അവിടെ നിന്ന് ജയിച്ചു. അപ്പോൾ സ്ഥലത്തെ ഈഴവർക്കിടയിൽ ഒരു വികാരമുണ്ടായി. ഈ ഇത്രയും ഈഴവരുള്ള ഒരു സ്ഥലത്ത് ഒരു നായർ വന്ന് ജയിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ട്. 2ാമത്തെ തവണ ജയലാലിനെതിരെ മത്സരിച്ചത് നമ്മുടെ ശൂരനാട് രാജശേഖരനായിരുന്നു. ശൂരനാട് രാജശേഖരൻ നായരായിരുന്നു. അപ്പോൾ 2 നായന്മാർ വന്ന് ചാത്തന്നൂർ മത്സരിക്കുക, അതിലൊരു നായർ ജയിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാവുന്നതിന് അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഈഴവൻ വന്നപ്പോൾ അദ്ദേഹം അവിടുത്തെ SNDP യൂണിയൻ്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. യൂണിയൻ പ്രസിഡന്റ് മത്സരിച്ചപ്പോൾ അദ്ദേഹം 2ാം സ്ഥാനത്തെത്തി. ശൂരനാട് 3ാം സ്ഥാനത്തായി. കഴിഞ്ഞ തവണ ഇത് തന്നെ ആവർത്തിച്ചു. ജയലാൽ വിജയിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ 2ാം സ്ഥാനത്ത് ഗോപകുമാർ വന്നു. അപ്പോൾ ഈ സാമുദായിക വികാരം അവിടെ ഉണ്ടായിരുന്നു. ഇത്തവണ ജയലാലിന് പാർട്ടി സീറ്റ് കൊടുത്തില്ല. കാരണം ജയലാൽ 3 തവണ ജയിച്ചുള്ളൂ. ആ ജയലാലിനെ മാറ്റി നിർത്തി രാജേന്ദ്രൻ എന്ന സഖാവിന് സീറ്റ് കൊടുത്തു.